ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ ആണ്. കാരണം 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും തമ്മിൽ ഒരു താരതമ്യം ഉണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ ആ ഒരു കമ്പാരിസൺ ഇല്ല. നമുക്കറിയാം, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു നല്ല മുന്നേറ്റവും നല്ല ഒരു വോട്ട് ഷെയറും കിട്ടുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFനാണ് മുന്നേറ്റം. കഴിഞ്ഞ ഇലക്ഷനിലും അത് വളരെ പ്രകടമായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്താണോ അത് തന്നെയാണ് തൊട്ടുമുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് ഏകദേശം 99 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടത്തക്ക രീതിയിലുള്ള വോട്ടാണ് ലഭിച്ചത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ടുകൾ കണക്കൂട്ടി നോക്കുമ്പോൾ അവർക്ക് 99 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള വോട്ടുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതും 99 സീറ്റ്. അപ്പോൾ ഈ ഒരു താരതമ്യം നമുക്ക് നൽകുന്ന സൂചനയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം തന്നെയാണ് ഒരു വലിയ പരിധി വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നമ്മളുടെ ക്യാമ്പയിൻ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും അത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക. കാരണം 6 മാസത്തിന് വ്യത്യാസമുള്ളൂ എന്നതുകൊണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ചർച്ച വേണമെന്നുള്ളത്. എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് നമ്മൾ കരുതപ്പെടുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ച ഏറ്റവും അടിസ്ഥാനപരമായി വളരെ വസ്തുതാപരമായ രീതിയിൽ നടക്കണമെന്നുള്ളത്. അതിന് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതിനിധികളിൽ ചർച്ച ചെയ്യണമെന്നുള്ള നിർദ്ദേശം, ആ നിർദ്ദേശത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വ്യക്തിപരമായിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു തുറന്ന സംവാദത്തിന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കിഫ്ബി എന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബാധ്യതകളും വികസനവും രണ്ടും മുൻവിധിയില്ലാതെ ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ പ്രതിനിധി കൂടി വന്നാൽ അത് ധനമന്ത്രി ആയിക്കോട്ടെ, കിഫ്ബിയുടെ CEO ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഒരു തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിരിക്കുന്നു. ഇനിയും സർക്കാർ കൂടി അതിന് മുതിർന്നാൽ നമുക്ക് തീർച്ചയായും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കിഫ്ബിയെക്കുറിച്ചും വ്യക്തമായ ഒരു വിലയിരുത്തലിന് അവസരം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം.